സിനോജ്, എന്താണ് കൃഷ്ണദാസ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം? അരുൺകുമാർ, അദ്ദേഹം വോട്ട് ചെയ്തത് ശ്രീ കൃഷ്ണകുമാർ, BJP സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത അതേ ബൂത്തിൽ തന്നെയാണ്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥി വന്ന സമയത്ത് അദ്ദേഹത്തെ തോളത്ത് തട്ടിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്കും സ്ഥാനാർത്ഥിക്കും ബുദ്ധിമുട്ടാകാതെ ഞാൻ മാറി നിന്നു എന്നാണ് NN കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് ചരിത്ര വിജയമായിരിക്കും. പാലക്കാടിൻ്റെ മാത്രമല്ല കേരളത്തിന് തന്നെ ചരിത്രത്തിലൊരു മാറ്റം വരും. ഇടതുപക്ഷ സർക്കാർ 3ാം വട്ടവും വിജയിക്കും, നിയമസഭയിലേക്ക് വിജയിക്കുമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരുടെ വിഷയം നമ്മൾ ചോദിക്കുന്നു. ഇന്നലത്തെ പത്രപരസ്യം, LDFന്റെ പത്രപരസ്യം ചോദിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അതൊക്കെ ഇന്നലെയല്ലേ, ഇന്നത്തെ കാര്യം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാര്യം അദ്ദേഹം പറയുകയാണ് ചെയ്തത്. ആ സമയത്ത് ചോദിച്ചു ഭൂതകാലം വർത്തമാനകാലത്തെ ബാധിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ബാധിക്കില്ല എന്ന് പറയുന്നു. ആ സമയത്ത് വീണ്ടും ചോദിച്ചു സന്ദീപ് വാര്യരുടെ ഭൂതകാലം വർത്തമാനകാലത്തെ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഹൂ കേഴ്സ്, ആരതിനെ ഗൗരവത്തിലെടുക്കുന്നു, അതിനൊക്കെ CPM നിസ്സാരമായിട്ടാണ് കാണുന്നത്, തള്ളിക്കളയുന്നു എന്ന് പറയുന്നു. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് വലിയ ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന തരത്തിലൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ AK ബാലൻ, MP രാജേഷൊക്കെ തന്നെ സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇന്നലെ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ഇദ്ദേഹം അതൊക്കെ തന്നെ ഒരു നിസ്സാരവൽക്കരിച്ച് കളയുന്ന, അത് ഗൗനിക്കുന്നില്ല എന്ന രീതിയിലാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ പാണക്കാട് തങ്ങളെയും ഇന്ന് രാവിലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ തന്നെ സന്ദീപ് വാര്യർ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും തന്നെ ചർച്ചയാകില്ല. ഭരണഘടന ഇപ്പോഴെങ്കിലും കൊടുത്തല്ലോ, ഭരണഘടനയെ ബഹുമാനിക്കാത്തവരല്ലേ BJPക്കാർ, RSSകാർ, അതുകൊണ്ട് അതൊന്നും തന്നെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന തരത്തിലാണ് NN കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം പറയുന്നു പാലക്കാട് LDF വിജയിക്കും, ചരിത്ര വിജയം നേടും, അത് LDFന്റെ 3ാം ഭരണത്തിലേക്ക് നയിക്കുമെന്ന ഒരു വിശ്വാസത്തിലാണ് NN കൃഷ്ണദാസ് വോട്ട് ചെയ്ത് മടങ്ങിയിരിക്കുന്നത്. ഓക്കെ സിനോജ, പല ബൂത്തുകളിലും വലിയ ക്യൂ വോട്ടർമാരുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. 4 മണിക്ക് തന്നെ പോളിംഗ് ബൂത്തിലെത്തി ഈ വോട്ടർമാരുടെ നിരയിൽ ആദ്യം തന്നെ സ്ഥാനം പിടിച്ച 84 വയസ്സുള്ള അരവിന്ദാക്ഷൻ ചേട്ടനിൽ തുടങ്ങി ചെറുപ്പക്കാരടക്കം ഇപ്പോഴും പോളിംഗ് ബൂത്തിൽ വരി നിൽക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എല്ലായിടങ്ങളിലും വോട്ടർമാർക്കിടയിൽ ആ പ്രചരണത്തിന്റെ ആവേശം ആദ്യ മണിക്കൂറിൽ വ്യക്തമാണ്. എല്ലാ ബൂത്തുകളിലും ക്യൂ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായി 3.05% രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ആദ്യ മണിക്കൂറിൽ തന്നെ 7-8% കടന്നിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് CJB സ്കൂൾ കിണാശ്ശേരിയിലേക്കൊന്നും